ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവജന ശ്രോതാക്കളായ നിങ്ങൾക്കേവർക്കും വീണ്ടും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവന്ദനം. വാത്സല്യ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ദൈവജന ചിന്തയ്ക്ക് ആധാരമായി നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. യെരുശലേമിൻ്റെ മതിലുകൾ ഇടിഞ്ഞ് വാതിലുകൾ തീ വെച്ച് ചുട്ടുകിടക്കുന്നു എന്ന വർത്തമാനം കേട്ടപ്പോൾ നെഹമ്യാവ് കരഞ്ഞു. ആ കാലഘട്ടത്തിലെ രാജാവിൻ്റെ അനുമതിയോടും സഹായത്തോടും കൂടെ നെഹമ്യാവ് നശിച്ചുപോയ യെരുശലേമിൻ്റെ മതിൽ പണി ആരംഭിച്ചപ്പോൾ ആ നല്ല ഉദ്യമത്തിനെതിരെ ശത്രുക്കളായ സൻബല്ലത്തും തോബിയാവും ഗോശേമും പരിഹസിക്കാൻ തുടങ്ങി. ഈ പശ്ചാത്തലത്തിൽ നെഹമ്യാവിൻ്റെയും കൂട്ടു സഹോദരങ്ങളുടെയും പ്രതികരണമാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. മതിൽ പണിയുന്നവർ അന്യോന്യം ധൈര്യപ്പെടുത്തി. 1-ാം അധ്യായം 18-ാം വാക്യം. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കാരായ നമുക്കും പരസ്പരം ധൈര്യപ്പെടുത്തുവാൻ കഴിയും. കുത്തുവാക്കുകളേക്കാൾ ഉപരിയായി, പരിഹാസത്തെക്കാൾ ഉപരിയായി, കളിയാക്കലുകളേക്കാൾ ഉപരിയായി ദൈവമക്കൾ പരസ്പരം ധൈര്യപ്പെടുത്തുവാനിടയാണ്. ജീവിത പങ്കാളികൾ അന്യോന്യം ധൈര്യപ്പെടുത്തുവാൻ തയ്യാറാണ്. മാതാപിതാക്കൾ മക്കളെ ധൈര്യപ്പെടുത്തുവാനിടയാണ്. ഇനി വരുന്ന റിസൾട്ടിൻ്റെ സമയത്ത് 1-2 വിഷയത്തിന് അല്പം മാർക്ക് കുറഞ്ഞു പോയി എന്ന് വെച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പരിഹസിക്കരുത്. അന്യോന്യം ധൈര്യപ്പെടുത്തുവാൻ നമുക്ക് കഴിയും. മതിൽ പണിയുന്നവർ അന്യോന്യം ധൈര്യപ്പെടുത്തി. അതുപോലെ നാം അന്യോന്യം ധൈര്യപ്പെടുത്തുന്നവരായി മാറണം. 4-ാം അധ്യായം 9-ാം വാക്യം പറയുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. വാത്സല്യ ദൈവ കുഞ്ഞുങ്ങളെ, ഈ നാളുകളിൽ അനേക ആത്മാക്കളെ നേടുന്നതിനായി നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ കഴിയണം. ഈ കാലഘട്ടം പിശാചിൻ്റെ അന്ത്യനാളുകൾ അടുത്തു എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് വളരെ വലിയ അക്രമങ്ങളിലേക്ക് നമ്മുടെ ചുറ്റുപാടുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ നശിച്ചു പോകുന്ന ആത്മാക്കളെ ഓർത്ത് ഭാരമുള്ളവരായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറായാൽ നിശ്ചയമായും അവരെ നമുക്ക് നേടുവാൻ കഴിയും. 4-ാം അധ്യായം 18-ാം വാക്യം പറയുന്നു, പണിയുന്നവർ അരയിൽ വാൾ കെട്ടിക്കൊണ്ട് പണിതു. നമ്മൾ ഓരോരുത്തരും വചനമാകുന്ന ആത്മാവിൻ്റെ വാൾ ധരിച്ചുകൊണ്ടായിരിക്കണം ഈ ദൈവരാജ്യത്തിൻ്റെ പണിയിൽ ഏർപ്പെടേണ്ടത്. ദുരുപദേശങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്ന ഈ കാലഘട്ടത്തിൽ യഹോവ സാക്ഷികളും യേശുനാമക്കാരും സെവന്തഡേക്കാരും മറ്റ് ദുരുപദേശക്കാരെ സർവശക്തിയോടും കൂടി എഴുന്നേൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവവചനമാകുന്ന വാള് നാം അരയ്ക്ക് കെട്ടിയിരിക്കണം. അല്ലെങ്കിൽ അത് നമ്മേൽ പോലും വീഴ്ത്തിക്കളയുവാനിടയായിത്തീരും. 4-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ അവർ ഉടുപ്പ് മാറിയില്ല. നമുക്ക് ലഭിച്ച നീതിയുടെ വസ്ത്രം നഷ്ടപ്പെടാതിരിക്കാൻ നാം ശ്രമിക്കണം. നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാരും വിശുദ്ധന്മാരും ദൈവരാജ്യത്തിന് വേണ്ടി അനവധി സാഹചര്യങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടവരുമൊക്കെ നഷ്ടപ്പെട്ടു പോയ കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ച ഈ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വചനത്തിൽ നാം ആശ്രയിക്കുന്നവരായിരിക്കണം. ആയതിനാൽ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിലെ കൂട്ടുസഹോദരി, നമ്മുടെ വേലയെ എതിർക്കുന്ന ചില സൻബല്ലത്തുമാർ, ചില തോബിയാബുമാർ ഇന്ന് നമുക്കെതിരെ വന്നെന്ന് വരാം. നമ്മുടെ ശുശ്രൂഷയ്ക്കെതിരെ വന്നെന്ന് വരാം. അതോർത്ത് നീ ഞരങ്ങിപ്പോകരുത്. അതോർത്ത് നീ എന്താണ് വളരെ മനപ്രയാസത്തോടെ പിന്മാറിപ്പോകരുത്. നെഹമ്യാവിന് ലഭിച്ച ആത്മീയ ധൈര്യം അത് നമുക്കും നമ്മുടെ മേലും നമ്മുടെ തലമുറയുടെ മേലും ദൈവത്തിന് പകരാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവിക ശക്തിക്ക് വേണ്ടി ദൈവത്തോട് രാപ്പകൽ ധ്യാനിക്കുവാൻ, യാചിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട്
മതിലുപണിയിൽ നെഹമ്യാവും കൂട്ടരും ചെയ്തതുപോലെ അന്യോന്യം ധൈര്യപ്പെടുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ച് വചനമെന്ന വാൾ അരക്കി കെട്ടിക്കൊണ്ട് നീതിയുടെ വസ്ത്രം നഷ്ടപ്പെട്ടു പോകാതെ ദൈവത്തിനു വേണ്ടി അന്ത്യശ്വാസം വരെയും പിടിച്ചു നിൽക്കുവാൻ സർവശക്തനായ ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായും സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.